കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒബേസിറ്റി മെഡിസിൻ അതുപോലെ ലോഞ്ചെവിറ്റി റിസർച്ച് അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പെപ്റ്റൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ മുമ്പിൽ തന്നെ നിൽക്കുന്നത് റെറ്റാട്രിറ്റൈഡ് ആണ്. മിക്ക ആൾക്കാർക്കും റെറ്റാട്രിറ്റൈഡ് എന്നത് ഒരു വെയിറ്റ് ലോസ് പെപ്റ്റൈഡ് മാത്രമാണ്, വെയിറ്റ് കുറക്കാൻ സഹായിക്കുന്ന ഒരു പുതിയൊരു മെഡിസിൻ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, റെറ്റാട്രിറ്റൈഡിന്റെ കഥ വെയിറ്റ് ലോസിൽ മാത്രം അവസാനിക്കുന്നതാണോ? അല്ല, അതിന്റെ സാധ്യതകൾ, അതിന്റെ പോസിബിലിറ്റീസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ശരീരഭാരം കുറക്കുക എന്നത് അതിന്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ മാത്രമാണ്. പല റിസർച്ചേഴ്സിനും ഇന്ന് താല്പര്യമുള്ളത് വേറെ പല ഫംഗ്ഷൻസ് ഓഫ് ലെറ്റാറ്റോടൈഡിലാണ്. നമ്മൾ ശരീരഭാരം കുറക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒസെംപിക്, മൊഞ്ചാരോ, സെമാഗ്ലൂട്ടൈഡ്, ട്രെസാപ്പിറ്റൈഡ്, അത് GLP-1 ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, GLP-1 GIP ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെറ്റാട്രോടൈഡിൽ വരുമ്പോൾ ട്രിപ്പിൾ റിസെപ്റ്റേഴ്സ്, ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്. അപ്പൊ ഗ്ലൂക്കഗോൺ കൂടെ വരുമ്പോൾ എൻറ്റയർ ഗെയിം ചേഞ്ച് ചെയ്യുന്നതാണ്. സോ അത് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മൾ ഇതെങ്ങനെയാണ് ആന്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ബോഡിയിലെ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബയോളജിക്കൽ പ്രോസസ്സിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് സ്വാധീനിക്കുന്നുണ്ട് റെറ്റാട്രോടൈഡ്. സോ നമുക്ക് ആദ്യം ഏജിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ റെറ്റാട്രോടൈഡിലേക്ക് വന്നിട്ട് അതെങ്ങനെയാണ് ഏജിങ് കൺട്രോൾ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താണ്, ഏജിങ് തുടങ്ങുന്നത് നമ്മുടെ മുഖത്തൊക്കെ ചുളിവ് വരുമ്പോൾ, അല്ലെങ്കിൽ മുടി നരക്കുമ്പോൾ, അല്ലെങ്കിൽ ജോയിന്റ്സ് ഒക്കെ വേദന തുടങ്ങുമ്പോൾ, ആ സമയത്ത് നമ്മൾ ഏജ് ആവുകയാണ്, അപ്പോഴാണ് ഏജിങ് തുടങ്ങുന്നതെന്നാണ് അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ അതിനും വളരെ മുമ്പിൽ, അതിനും വളരെ ഡീപ്പർ ആയിട്ട് തന്നെ ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെല്ലുലാർ ലെവലിലാണ്, നമ്മുടെ സെൽസിലാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗാൻസിലും ട്രില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ സെല്ലിന്റെ ഉള്ളിലും എനർജി നിർമ്മിക്കുന്ന ഒരു സംവിധാനങ്ങളും ഡാമേജ് റിപ്പയർ ചെയ്യുന്ന സംവിധാനങ്ങളും ബോഡിയുടെയും അല്ലെങ്കിൽ ഓർഗൻസിന്റെ നോർമൽ ഫങ്ഷൻസ് നിലനിർത്തുന്ന ഒരു സിസ്റ്റം, അതെല്ലാം ഉണ്ട്. സോ പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് ഈ സിസ്റ്റത്തിന് അതിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടാൻ തുടങ്ങും. അവിടെയാണ് ഏജിങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ സെല്ലിന്റെ ഉള്ളിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറിൽ ഒന്നാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെ എപ്പോഴും നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ATP അതൊരു എനർജിയാണ്, അത് നിർമ്മിക്കുന്നത് മൈറ്റോകോൺട്രിയാണ്. സോ മൈറ്റോകോൺട്രിയ നല്ല ഹെൽത്തി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ സെൽസ് നല്ല കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡാമേജസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിക്കവറി സ്ട്രോങ് ആയിട്ടും ബെറ്റർ ആക്കുന്നുണ്ട്. ഓവറോൾ സെല്ലുലർ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കും എപ്പോ മൈറ്റോകോൺട്രിയ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ. പക്ഷെ പ്രായം കൂടുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്നു, ക്രോണിക് ഇൻഫ്ലമേഷൻസ് വരുന്നു, പുവർ മെറ്റബോളിക് ഹെൽത്തിലേക്ക് പോകുന്നു അല്ലെ. അതുപോലെ എക്സസ് ബോഡി ഫാറ്റ് വരുന്നു. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ആ ഒരു എഫിഷ്യൻസി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ എഫിഷ്യൻസി കുറയുമ്പോൾ എന്ത് സംഭവിക്കും, എനർജി പ്രൊഡക്ഷൻ അവിടെ കുറയും, സെല്ലുലാർ ഡാമേജ് കൂടും. അപ്പൊ ഏജിങ് പെട്ടെന്നാവും. സെല്ലുലാർ ഡാമേജ് വരുമ്പോഴാണ് ഏജിങ് വരുന്നത്. ഇവിടെ നിന്നാണ് റെറ്റാട്രോടൈഡിന്റെ കഥ ആരംഭിക്കുന്നത്. മിക്ക ആൾക്കാരും റെറ്റ എന്ന് പറയാം, റെറ്റാട്രോടൈഡിന് വെയിറ്റ് ലോസ് പെപ്റ്റൈഡ് എന്നാണ് കാണുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ റിസർച്ചേഴ്സിന് കൂടുതൽ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആക്ച്വലി നമ്മുടെ മെറ്റബോളിസം മെച്ചപ്പെടും. മെറ്റബോളിസം ബെറ്റർ ആവുമ്പോൾ എന്ത് സംഭവിക്കും, സെല്ലുകൾ കൂടുതൽ ഹെൽത്തി ആവും. സോ ഹെൽത്തി സെല്ല് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഹെൽത്തി ഏജിങ് ഉണ്ടാവും, ഗ്രേസ്ഫുൾ ഏജിങ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനാണ് നമ്മളിപ്പോ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു വളരെ വലിയൊരു പൊട്ടൻഷ്യൽ ആണ് ക്രോണിക് ഇൻഫ്ലമേഷൻ കുറക്കുക എന്നുള്ളത്. ഏജിങ്ങിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ചില ആൾക്കാർ വണ്ണം വെച്ചിരിക്കുന്നത്, ഇപ്പൊ വിദ്യാപാലൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഇൻഫ്ലമേഷൻ കൊണ്ടാണ് വണ്ണം കൂടിയത്. ആ ഇൻഫ്ലമേഷൻ കളഞ്ഞാൽ മതി. അതിന് റെറ്റ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർലി പോകുന്നുണ്ട്. KPV എന്ന് പറഞ്ഞ വേറൊരു പെപ്റ്റൈഡ് ഉണ്ട്, അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പോകും. പക്ഷെ ശരീരത്തിലെ എല്ലാ ഓർഗാൻസിനെയും ബാധിക്കുന്നതാണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ. ഏജിങ്ങിന് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാറ്റീഗ് ഉണ്ടാവും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, റിക്കവറി സ്ലോ ആവും, മെറ്റബോളിക് ഹെൽത്തിനെ മോശമാക്കുന്നുണ്ട്. സോ ഹാർട്ട് ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് പോലുള്ള രോഗങ്ങളുടെ സാധ്യത കൂടുന്നുണ്ട്. സോ നമ്മുടെ പ്രായം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ചില സെല്ലുകൾ സാധാരണ പോലെ പ്രവർത്തിക്കില്ല. പക്ഷെ അത് ഡെഡ് ആവുകയില്ല, ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യില്ല. അത് നമ്മുടെ ബോഡിയിൽ തന്നെ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അതൊരു ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് പുറത്തുവിടുകയും ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ സെനസെന്റ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ സോംബി സെൽസ് എന്ന് പറയുന്നത്. അതായത് പ്രായമായി വരുമ്പോൾ ചില സെൽസ് അവിടെ ഡെഡ് ആയിട്ടും ഇല്ല, പുറത്ത് പോയിട്ടുമില്ല, ഇൻഎഫിഷ്യന്റ് ആണ്, ഫങ്ഷൻ ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഒരു ഗുണവും ഇല്ല ശരീരത്തിന്. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള ഹെൽത്തി ആയിട്ടുള്ള സെല്ലിനെയും കൂടി ബാധിക്കുകയും ചെയ്യും, അവിടെ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ റെട്രാട്രോടൈഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഒരു ഓവറോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന നമ്മൾ പല റിസർച്ചേഴ്സും പറയുന്നുണ്ട്. സോ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഹെൽത്തി സെൽസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏജിങ്ങിന്റെ ആ ഒരു സ്പീഡ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് റിസർച്ചേഴ്സ് കരുതുന്നുണ്ട്. രണ്ടാമത്
അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റ് കുറയ്ക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫാറ്റും ഒരുപോലെ അല്ല. നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ഫാറ്റ് ഒന്നാണ്, പക്ഷെ നമ്മുടെ ലിവർ, ഇൻഡസ്റ്റൈൻസ് അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഫാറ്റ് ഉണ്ട്, അതാണ് വിസറൽ ഫാറ്റ്. അത് കുറച്ചും കൂടി ഡേഞ്ചർ ആണ്, കാരണം ഇത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. അത് നിരന്തരം ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. സോ വിസറൽ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ നിങ്ങൾ ഡയബറ്റീസ് കാണും, അതുപോലെ ഹാർട്ട് ഡിസീസ്, കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രോക്ക് കാണാൻ പറ്റും, ഫാറ്റി ലിവർ ഇഷ്യൂ ഉണ്ടാവും, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവും. സോ റെറ്റാട്രിറ്റൈഡിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞതാണ്, റെറ്റാട്രിറ്റൈഡ് നമ്മുടെ സെംബിക് പോലെ GLP-1 മാത്രമല്ല, അല്ലെങ്കിൽ മൊഞ്ചാരോ പോലെ GLP-1ഉം GIP അല്ല. അതായത് സെമാഗ്ലൂട്ടൈഡോ ട്രെസപ്പിറ്റൈഡിനോ പോലെയല്ല, ഇവിടെ തേർഡ് വൺ ഗ്ലൂക്കഗോൺ റിസപ്റ്ററും കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ആയിട്ട് റെറ്റാട്രിറ്റൈഡ് മാറിയത്. ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്, ട്രിപ്പിൾ റിസപ്റ്റേഴ്സ് ആണ്, GLP-1, GIP, അതുപോലെ അപ്പറ്റൈറ്റ് റിഡക്ഷൻ മാത്രമല്ല, ആ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും, അതുപോലെ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി എടുത്ത് യൂസ് ചെയ്യുക, ഫാറ്റ് എടുത്ത് യൂസ് ചെയ്യുക, എനർജി ആയിട്ട് യൂസ് ചെയ്യുക, അതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. ആ ഗ്ലൂക്കഗോൺ റിസപ്റ്റേഴ്സ് അതിൽ കൂടെ നമ്മുടെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് എനർജി ആയിട്ട് ഉപയോഗിക്കാൻ കൂടുതൽ നമ്മുടെ ബോഡീനെ ടെംപ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. സോ ഫാറ്റ് ബേണിംഗ് ഇൻഫാക്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നടക്കുന്നത്, ദിവസം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തും, നമ്മൾ ഉറങ്ങുന്ന സമയത്തും, നമ്മളുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്റ്റോർഡ് ഫാറ്റ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ എഫിഷ്യൻസി മെച്ചപ്പെടുന്നുണ്ട്, റൈറ്റ്. ആ ഒരു സ്റ്റോർഡ് ഫാറ്റ് ഉപയോഗിക്കുന്ന എഫിഷ്യൻസി അവിടെയും മെച്ചപ്പെടുന്നുണ്ട്, നമ്മുടെ എഫിഷ്യൻസി മെച്ചപ്പെടുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വിസറൽ ഫാറ്റ് കുറയും. ആ വിസറൽ ഫാറ്റ് കുറയുമ്പോൾ, വിസറൽ ഫാറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വിസറൽ ഫാറ്റ് കുറയുമ്പോൾ ഇൻഫ്ലമേഷനും സ്വാഭാവികമായിട്ട് കുറയും. അങ്ങനെ വരുമ്പോൾ അഗെയിൻ ബോഡി ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് പോകും. അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണ്. നമുക്ക് പ്രായം കൂടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഇൻസുലിനോട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല, അതാണ് ഫംഗ്ഷൻ ചെയ്യില്ല, പ്രതികരിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ലെവലിൽ തന്നെ നിൽക്കും. അപ്പൊ അത് ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യിക്കും, അതുപോലെ നമ്മുടെ ബോഡിയിൽ അഗെയിൻ ഇൻഫ്ലമേഷൻ കൂട്ടും, അത് നമ്മുടെ മൈറ്റോകോൺട്രിയനെ വീക്ക് ആക്കും, അതുപോലെ നമ്മുടെ സെല്ലുലർ ഏജിങ് പെട്ടെന്നാക്കാൻ ചാൻസ് ഉണ്ട്. സോ റെറ്റാട്രിറ്റൈഡ് എന്താ ചെയ്യുന്ന, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബെറ്റർ ആക്കും, ബ്ലഡ് ഗ്ലൂക്കോസ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടാണ് റിസർച്ച് പറയുന്നത്. സോ അത് പ്രാക്ടിക്കലി ടെസ്റ്റഡ് ആണ്. സോ ബ്ലഡ് ഷുഗർ നല്ല രീതിയിൽ, നല്ല നിലയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സെൽസ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിലെ റിപ്പയറിംഗ് ബെറ്റർ ആവും, അതുപോലെ റിക്കവറി ബെറ്റർ ആവും, മെറ്റബോളിക് സ്ട്രെസ് കുറയും, ഓവറോൾ ബോഡി നന്നാവും. അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കേഷൻ. അതായത് ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കുമ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ആ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ മോളിക്യൂൾസ് ശരീരത്തിലെ ബാക്കിയുള്ള പ്രോട്ടീൻസിലും DNA-യിലും പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതാണ് ഈ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിലൂടെ എന്താ സംഭവിക്കുന്നത്, നോർമൽ ഈ റെഗുലർ പ്രോട്ടീന്റെ DNA-യും അവരെയും ഡാമേജ് ആക്കുന്നു, അവരുടെ നോർമൽ ഫങ്ഷൻസും മാറും. സോ കാലക്രമേണ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഡാമേജ് ആവും. സോ ബ്ലഡ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കേഷൻ കുറയുകയും ചെയ്യും, സെൽ അഗെയിൻ കൂടുതൽ ആരോഗ്യമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അടുത്തൊരു ഫംഗ്ഷൻ ആണത്. ഇനി സംതിങ് കോൾഡ് ആസ് ഓട്ടോഫാജി. അത് ശരീരത്തിന്റെ ഒരു ക്ലീനിങ് സിസ്റ്റം ആണ്. ഹെൽത്തി ഏജിങ്ങിനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു പ്രോസസ്സാണ് ഓട്ടോഫാജി. നമ്മുടെ ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഹൗസ് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറയാം. ഡാമേജ് സെൽസ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോട്ടീൻ അല്ലെങ്കിൽ സെല്ലുലാർ വേസ്റ്റ് അവ കണ്ടെത്തിയിട്ട് അത് റിമൂവ് ചെയ്യാണ് ഓട്ടോഫാജി എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. സോ ഇൻസുലിൻ ലെവൽ ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പ്രോസസ്സിനെ സപ്രസ് ചെയ്യും. ഓക്കെ. സോ അപ്പൊ എന്താ സംഭവിക്കുന്നത്, റെറ്റാട്രിറ്റൈഡ് വഴി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബെറ്റർ ആക്കുന്നുണ്ട്. സോ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുറക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഓട്ടോഫാജി കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഗെയിൻ നമ്മുടെ ബോഡീനെ ഈ ഒരു ഓട്ടോഫാജി ആണെങ്കിലും ഗ്ലൈക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ റെറ്റാട്രിറ്റൈഡ് പ്രോപ്പർ ആയിട്ട് ആ സെല്ലുലാർ ഡാമേജ് കുറയ്ക്കാനും, സെല്ലിനെ ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, ദെയർഫോർ സെല്ലിനെ ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനും ബോഡിനെ സഹായിക്കുന്നത്. വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ സെൻസിങ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എനർജി ഇൻടേക്കും എനർജി എക്സ്പെൻഡിച്ചറും വളരെ കൃത്യമായിട്ട് ബാലൻസ് ആയിട്ടാണ് പോകുന്നത്, അല്ലെ? നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും ഗട്ട് ആണെങ്കിലും ഹോർമോൺസ് അല്ലെങ്കിൽ മെറ്റബോളിക് പാത്വേ എല്ലാം പ്രോപ്പർ ഫംഗ്ഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ വെൻ വി ഏജ്, പ്രായം കൂടുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസി കുറയുന്നുണ്ട്. പക്ഷെ റെറ്റാട്രിറ്റൈഡ് നമ്മൾ നോക്കൂ, GLP-1 മാത്രമല്ല, GIP-യും ഗ്ലൂക്കഗോൺ റിസപ്റ്റേഴ്സും ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് ബെറ്റർ ആക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ മെറ്റബോളിസം കൂടുതൽ നമ്മൾ ആ യങ്ങർ ആയിരുന്ന സമയത്തെ പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എനർജി ഇൻടേക്കും എനർജി എക്സ്പെൻഡിച്ചറും ബോഡി നമ്മൾ എങ്ങനെയാണോ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത്, ഞാനിപ്പോ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഐ കുഡ് ഫീൽ ദാറ്റ്
അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ ഒരു രണ്ട് സിമ്പിൾ പെപ്റ്റൈഡ് ഞാൻ റെറ്റായുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് GHK-Cu മോഡ്സിൻ. റെറ്റാട്യൂട്ടൈഡിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ രണ്ട് പെപ്റ്റൈഡ്സും. GHK-Cu ഇൻഫാക്ട് സ്കിൻ പെപ്റ്റൈഡ് എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ നേരത്തെ റെറ്റയുടെ ഫംഗ്ഷൻ വെയിറ്റ് കുറയ്ക്കൽ മാത്രമല്ല, ബിയോണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് GHK-Cu. സ്കിൻ മാത്രമല്ല, മച്ച് മോർ ടിഷ്യൂ റിപ്പയർ, കൊളാജൻ പ്രൊഡക്ഷൻ, സെല്ലുലാർ മെയിൻ്റെനൻസ്, ഇലാസ്റ്റിൻ പ്രൊഡക്ഷൻ, ജീൻ റെഗുലേഷൻ, ന്യൂറോളജിക്കൽ ഹെൽത്ത് എല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിരക്കണക്കിന് ജീൻസിനെ സ്വാധീനിക്കുന്നതാണ് പറയുന്നത് GHK-Cu. അതുകൊണ്ടാണ് ലോഞ്ചവിറ്റി റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ് GHK-Cu. ഡെയിലി ലൈഫ് ലോങ് ഞാൻ ഏത് പെപ്റ്റൈഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ GHK-Cu, റെറ്റ, ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വേറെ മോഡ്സി. ഈ മൂന്നെണ്ണം ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കും. ഓക്കെ, മോഡ്സി വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ്. അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, SS31. സോ ഇതിനൊരു എക്സസൈസ് മിമിറ്റിക് ആയിട്ടാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പെപ്റ്റൈഡ് എടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. കാരണം റെഗുലർ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ചില ബെനിഫിഷ്യൽ എഫക്ട്സ് ഉണ്ടാവും, ബയോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാവും. ഈ മോഡ്സി യൂസ് ചെയ്യുമ്പോൾ അത് അതേപോലെ അനുകരിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. സോ ഇത് അഗെയിൻ മൈറ്റോകോൺഡ്രിയൽ ഹെൽത്ത്, മോഡ്സി മൈറ്റോകോൺഡ്രിയൽ പെപ്റ്റൈഡ് ആണ്. മൈറ്റോകോൺഡ്രിയൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനർജി പ്രൊഡക്ഷൻ, ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ, മെറ്റബോളിക് ഹെൽത്ത്, ബോൺ ഡെൻസിറ്റി, സെല്ലുലാർ ഫംഗ്ഷൻ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കി ഈ മൂന്ന് പെപ്റ്റൈഡ്സ്. മെയിൻലി എനിക്ക് റെറ്റൈഡിനെ പറ്റിയായിരുന്നു പറയേണ്ടത്. റെറ്റ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റു രണ്ടെണ്ണം ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്രീഫ്ലി മെൻഷൻ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഒരു കാര്യം മറക്കരുത്, ഒരു പെപ്റ്റൈഡിനും ഹെൽത്തി ലൈഫ് സ്റ്റൈലിനും പകരമാവാൻ പറ്റില്ല. റെഗുലർ എക്സസൈസ് ആവശ്യമാണ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ്, ഹൈ പ്രോട്ടീൻ ന്യൂട്രീഷ്യസ് ഡയറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നല്ല നല്ല ജ്യൂസ്, പല കളറിലുള്ള ജ്യൂസ് അതൊക്കെ കുടിക്കൽ ഇമ്പോർട്ടന്റ് ആണ്, ക്വാളിറ്റി സ്ലീപ്പ് ആവശ്യമാണ്, സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഹെൽത്തി ബോഡി കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെപ്റ്റൈഡ്സ് ഇവരൊന്നും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല, പെപ്റ്റൈഡ്സ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ റെറ്റാട്രിപ്റ്റൈഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് വെയിറ്റ് ലോസ് കൊണ്ട് മാത്രമല്ല, ഇന്ന് പല ഏരിയാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റബോളിസം മെച്ചപ്പെടുത്തും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും, വിസറൽ ഫാറ്റ് കുറയ്ക്കും, അതുവഴി ഇൻഫ്ലമേഷൻ കുറയും, അതുവഴി സെല്ലുലാർ ഏജിങ്ങിനെ സപ്പോർട്ട് ചെയ്യും, ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കോ, യെസ് അത് ചെയ്യും, ഓട്ടോഫാജി സപ്പോർട്ട് ചെയ്യും, ഗ്ലൈക്കേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യും, സെല്ലുലാർ എഫിഷ്യൻസി ഓവറോൾ മെച്ചപ്പെടുത്തുകയോ ചെയ്യും. ഇവയെല്ലാം നിങ്ങൾ നോക്കുക, എല്ലാം ഏജിങ്ങിനോട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ്. സോ ഒരൊറ്റ പെപ്റ്റൈഡ് റെറ്റാട്രിപ്റ്റൈഡ് എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. അതുകൊണ്ടാണ് റെറ്റാട്രിപ്റ്റൈഡ് ലോഞ്ചവിറ്റി മെഡിസിന്റെ ഭാവിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു പെപ്റ്റൈഡ് ആണെന്ന്. ഏർലിയർ യു സ്റ്റാർട്ട് ദ ബെറ്റർ ഇറ്റ് ഇസ്. എത്ര നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ബെറ്റർ ആയിരിക്കും, നിങ്ങൾ ഒരു 30 കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ. സോ റെറ്റ വെറും ഒരു വെയിറ്റ് ലോസ് പെപ്റ്റൈഡ് അല്ല, നമ്മുടെ സെൽസ് കൂടുതൽ ആരോഗ്യകരമാക്കുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. ആരോഗ്യകരമാകുമ്പോൾ എന്ത് സംഭവിക്കും? മുഴുവൻ ശരീരവും ആരോഗ്യകരമാകുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റെറ്റ, GHK-Cu, മോഡ്സി, ആ പെപ്റ്റൈഡ്സ് എല്ലാം ലോഞ്ചവിറ്റി സയൻസിലും റീജനറേറ്റീവ് മെഡിസിനിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇത്രയുമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ഒരു കൺസൾട്ടേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊക്യൂർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരു വി ക്യാൻ ഹാവ് എ 1-to-1 സെഷൻ. സോ സീ യു.